സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2023 മാർച്ച് 23 ഒരു വ്യാഴാഴ്ച നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിക്കൊക്കെ വീക്ക്ലി എക്സ്പയറി ആയിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മാർക്കറ്റ് നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 17,151 നിന്നും 55 പോയിന്റ് നഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ ഗ്യാപ് ഡൗണോടുകൂടി 17,097 ഇന്ന് ഓപ്പൺ ആയത്. 17,205 ഡേ ഹൈയും 17,045 ഡേ ലോയും വന്നതുവഴി 160 പോയിന്റിൻ്റെ അഥവാ 0.94% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 17,097 നിന്നും 20 പോയിന്റ് നഷ്ടത്തിൽ 17,076 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 39,999 നിന്നും 163 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 39,836 ഇന്ന് ആരംഭിച്ചത്. 40,201 ഡേ ഹൈ വന്നു. 39,552 ഡേ ലോയും വന്നതുവഴി 649 പോയിന്റിൻ്റെ അഥവാ 1.63% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 39,836 നിന്നും 219 പോയിന്റ് നഷ്ടത്തിൽ 39,616 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 17,863 നിന്നും 73 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 17,790 ഇന്ന് ആരംഭിച്ചത്. 17,967 ഡേ ഹൈയും 17,716 ഡേ ലോയും വന്നതുവഴി 250 പോയിന്റിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റ് അഥവാ 1.41% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 17,790 നിന്ന് 44 പോയിന്റ് നഷ്ടത്തോടു കൂടി 17,746 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓപ്പൺ ആയത് 14.81 ഡേ ഹൈ വന്നിരിക്കുന്നത് 15.06, ഡേ ലോ വന്നിരിക്കുന്നത് 13.9. എന്തായാലും 2.16% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 14.49 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കാം. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ 3 സ്റ്റോക്കുകൾ 2% കൂടുതൽ താഴോട്ട് പോയിട്ടുണ്ട്. വേദാന്ത ലിമിറ്റഡ് 5% ഡൗൺ ആണ്. PNB 2.09%, ബാങ്ക് ഓഫ് ബറോഡ 2.81% ഡൗൺ ആണ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 5,940 കോടിയുടെ ബൈയിങ്ങും 6,935 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 995 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 6,185 കോടിയുടെ ബൈയിങ്ങും 4,516 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,669 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഓവറോൾ ഇത് രണ്ടും കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ 674 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ആയിട്ട് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. അതായത് 674 കോടി രൂപ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു മോർണിംഗ് സെഷനിലാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ബൈയിങ് ഒക്കെ നടത്തിയിട്ടുള്ളത്. പക്ഷേ ആഫ്റ്റർനൂൺ സെഷനിൽ യൂറോപ്യൻ മാർക്കറ്റൊക്കെ ഓപ്പൺ ആകുന്ന സമയത്തേക്ക് കടുത്ത സെല്ലിങ് വരികയും മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. നോക്കാം അത് നമുക്ക്. ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ 70,398 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 1,00,000 രൂപയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് 70.38%. ഇത്രയും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. മോർണിംഗ് സെഷൻ ഒരല്പം വീക്കായിരുന്നു, പക്ഷേ ആഫ്റ്റർനൂണിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് എക്സ്പയറി ഡേയും കൂടെ ആയപ്പം ഇനീഷ്യൽ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ഈ 70,000 രൂപയിലും വളരെ കുറവായിരുന്നു. 35,000-40,000 രൂപയുടെ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഓവറോൾ കൗണ്ട് ചെയ്യുന്നത് എത്രയാണോ ക്യാപിറ്റൽ ഉള്ളത് ആ ക്യാപിറ്റലാണ് ഞങ്ങളുടെ ക്യാപിറ്റലായിട്ട് കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ 70%, പക്ഷേ ആക്ച്വൽ നോക്കുകയാണെങ്കിൽ ഇത് 200% എബോവ് ആണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ലെവൽസ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് S1 സപ്പോർട്ട് 1 ഓപ്പൺ ആയിട്ട് ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് നേരെ കയറി വന്നു. ആ ഒരു ഗ്യാപ്പ് തന്നെ നല്ല ഒരു 80-85 പോയിന്റോളം ഉള്ള ഒരു ടാർഗറ്റാണ് മോർണിംഗിൽ കിട്ടിയത്. പിന്നെ ചെറുതായിട്ടൊരു പുൾ ബാക്ക് എടുത്തിട്ട് യെസ്റ്റർഡേ ഹൈ ടച്ച് ചെയ്തു. അവിടെ നേരെ യൂറോപ്യൻ മാർക്കറ്റ് 135 കൂടി നല്ലൊരു ഫോള് വരികയായിരുന്നു. നല്ല ഫോള് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പോയിന്റ് ഇന്നത്തെ ഓപ്പണിങ്ങിൻ്റെയും താഴെ പോയിട്ടുണ്ട്. സോ ഒരു സുഖകരമല്ലാത്തൊരവസ്ഥയാണ്. ഇതിന് പ്രധാനമായിട്ടും 2-3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഹിൻഡൻബർഗ് പുതിയൊരു കമ്പനിയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ. അതിൻ്റെ അതായത്
ഒരു അന്വേഷണ റിപ്പോർട്ട് അവർ പുറത്തുവിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെ വീണ്ടും പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത. പല കമ്പനികൾ അത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. വലിയ കമ്പനിയാണ്, അപ്പോൾ 1-2 കമ്പനികളാണ് അത് പ്രത്യേകം. അത് ന്യൂസ് പുറത്ത്, കൺഫേംഡ് ന്യൂസ് പുറത്ത് വരാതെ എനിക്ക് ആ കമ്പനികളുടെ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് അവസാനം ഒരു പ്രശ്നത്തിന് കാരണമാവും. അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല, എങ്കിൽ കൂടി വളരെ വലിയ കമ്പനിയാണ് എന്ന് പറയുന്നത്. 2 കമ്പനികളാണ് ആൾക്കാർ പറഞ്ഞു വയ്ക്കുന്നത്. അതിൽ 2 കമ്പനികളുടെയും ഡയറക്ടർമാരൊരൽപ്പം പേര് മോശമാക്കിയിട്ട് ഉള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് നോക്കാം, എന്തായാലും ന്യൂസ് പുറത്ത് വരട്ടെ. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും വലിയ സംഭവങ്ങളൊന്നുമല്ല. S2ലാണ് ഓപ്പൺ ആയത്. S2ൽ നിന്ന് നേരെ S1 ബ്രേക്ക് നോ ട്രേഡ് സോണും കടന്ന് R1ലേക്ക് 3 ടാർഗറ്റ് സ്ട്രൈറ്റ് അവേ കൊടുത്തു. തിരിച്ച് നോ ട്രേഡ് സോണിൽ വന്നിട്ട് വീണ്ടും ഇതൊരു സിസ്റ്റമാറ്റിക് മൂവ് ആയിരുന്നു. കൃത്യമായിട്ടും 11.4 കിട്ടിയത്. ഇവിടെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ R1 കട്ട് ചെയ്ത് മുകളിലോട്ട് പോയത്തേനും, അതായത് 1:30 മണി ആകുമ്പോഴത്തേനും ന്യൂസ് അറിഞ്ഞ് ന്യൂസിൻ്റെ ബേസിൽ വന്ന് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ഒരു ടെക്നിക്കൽ ലെവൽസിനെ റെസ്പെക്റ്റ് ചെയ്യാതെ സ്ട്രൈറ്റ് താഴോട്ട് വെറുതെ ഇറങ്ങി വരികയായിരുന്നു. കാരണം ആൾക്കാരുടെ ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഭയം മൂലം ആൾക്കാർ ഒന്നിച്ചും സെല്ല് ചെയ്യായിരുന്നു. അതുവഴിയാണ് ഇങ്ങനെ ഒരു ടെക്നിക്കലിനെ ഒരു റെസ്പെക്റ്റ് ചെയ്യാത്ത. ഇവിടെ നിങ്ങൾ ഈ മോർണിംഗ് സെഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ ടെക്നിക്കലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇത് പോയിട്ടുള്ളത്. ഇവിടെയൊക്കെ എക്സാക്റ്റ് ആണ്, ഈ ഭാഗത്ത് കറക്റ്റാണ്, ഇവിടെ വരെയും കറക്റ്റാണ്. പിന്നെ ഇവിടെ ആയിരുന്നു ടച്ച് ചെയ്യേണ്ടത്. അതിന് മുമ്പേ ന്യൂസ് സ്പ്രെഡായി വന്നു. ട്വിറ്ററിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് തന്നെ അത് ഓടുന്നുണ്ട്. സോ ഇവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ കണ്ടോ, എവിടെയും ഈ നോ ട്രേഡ് സോണിൽ പോലും ഒരു പ്രത്യേകിച്ച് ഒന്നും കാണിക്കാതെ സ്ട്രൈറ്റ് വന്ന് നമ്മൾ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് അത് കടന്നുപോയി. എനിവേ ഫിൻനിഫ്റ്റിയും അതിൻ്റെ അതേപോലെ തന്നെയാണ്, ഒരു ഡിറ്റോ ആണ്. ഫിൻനിഫ്റ്റി ഇന്ന് ലോ ആകും എന്ന പ്രതീക്ഷ വന്നിരുന്ന ആ ഒരു ലെവലിൽ വന്നിട്ട് ഇന്ന് തീർന്നിട്ടുണ്ട്. മിക്കവാറും നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങോ ഒക്കെ ആയിരിക്കും വരിക. ഇനി നാളെ എന്താകും നോക്കാം. അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഞാനൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെ ഒരു സ്വിങ് ഹൈ, ലോവർ ഹൈ, ലോവർ ലോ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് മാർക്കറ്റിൽ ഈ ഒരു മൂവ്മെൻറ്റ് തന്നിരിക്കുന്നത്. ഇന്നലത്തെ ലോയും കട്ട് ചെയ്ത് അതിൻ്റെ താഴെ, അതായത് 17,117 എന്നുള്ള നമ്മളൊരു സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഈസിയായി കട്ട് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. നാളെ ഒന്നുകിൽ ഇവിടെ നിന്ന് ഫർദർ ഫോൾ വന്നിട്ട് താഴോട്ട് ഇറങ്ങി വരാം, അല്ലെങ്കിൽ ഇതൊരു ഫേക്ക് ആയിരുന്നു എങ്കിൽ നാളെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും കിട്ടുക. മോസ്റ്റ് പ്രോബബ്ലി ഇത് രണ്ടിലേതെങ്കിലും ഒന്ന്, എന്തായാലും അങ്ങനെ 2 സാധ്യതകൾ തന്നെ ഉള്ളൂ അല്ലേ. എന്തായാലും നോക്കാം നമുക്ക് നാളെ എന്താവുന്നത്. കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിൽ തന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി പക്ക ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അത് നോക്കിയിരിക്കാനേ ഉള്ളൂ. സോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.